ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബിഗോണിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് വെച്ചിട്ടും അതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടും എങ്ങനെയാണ് പുതിയൊരു പ്ലാന്റ് ആക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ബിഗോണിയ പ്ലാന്റ്. ഇത് ഞാനൊരു ഓൾഡ് സൈക്കിളിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഇതിന് മാറ്റി നടാറായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മദർ പ്ലാന്റിന് ചുറ്റും ഒരുപാട് തൈകൾ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി നടണം. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് പുതിയൊരു പ്ലാന്റ് ആക്കി എടുക്കുന്ന വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്ന ബിഗോണിയ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ആദ്യം നമുക്ക് ഈ പ്ലാന്റിനെ പരിചയപ്പെടാം. അപ്പോൾ ഇത് ഞാനൊരു പഴയ സൈക്കിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൽ ചെറിയൊരു ഷെയ്ഡ് കിട്ടുന്നത് കൊണ്ടാണ് ഈ കളറൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണുന്നത്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് സാധാരണ വളർത്തുന്നത് കേട്ടോ. പക്ഷെ നമുക്കിത് ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ അതിൻ്റെ കറക്റ്റ് കളർ കിട്ടും. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഈ ലീഫുകൾക്കൊന്നും ഇത്ര കളർ വരത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ഷെയ്ഡിൽ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയുടെ കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പ്ലാന്റ് ആക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ മിക്സ് എടുത്തിട്ടുണ്ട്. ഇത് മണ്ണ്, മണൽ, ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 4-5 കട്ടിങ്സ് വെച്ച് കൊടുക്കാം. ഈ പ്ലാന്റിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ചെറിയ കട്ടിങ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കതിൽ നട്ട് കൊടുക്കാം. ഒരു 25 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൽ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി നടാൻ പറ്റും. ഇത് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചട്ടിയിൽ 3-4 തൈകൾ ഒരുമിച്ച് നട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഞാൻ ആദ്യം കാണിച്ചത് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ അത്ര പൊക്കം വയ്ക്കാത്ത തരത്തിലുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമുക്കങ്ങനെയല്ല. ഇത് നന്നായിട്ട് ഉയർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കതിന്ന് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റാക്കി എടുക്കുകയും ചെയ്യാം. അതിൽ പുതിയ പുതിയ ശിഖരങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ നട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം. നല്ല നനവുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് വേര് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുത്ത് അത് ഒരു 25 ദിവസമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വളർന്ന് കിട്ടും. ഇപ്പോൾ ഇതിൽ വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം അതിൽ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി നടാം. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഒരു തൈയാണ് ഞാൻ നട്ടു കൊടുത്തത്. പക്ഷേ അതിൻ്റെ കട്ടിങ്സൊക്കെ എടുക്കുമ്പോൾ അതിൽ വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നിറയെ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന ഒരു നല്ല മനോഹരമായ കാഴ്ചയാണിത്. ഇതിൽ ചെറിയ പൂക്കളുണ്ടാവും കേട്ടോ. ആ ഒരു പൂക്കൾ പല കളറുണ്ട്. ചിലതിൽ വൈറ്റ് പൂക്കളായിരിക്കും, ചിലത് പിങ്ക് പൂക്കളായിരിക്കും. ഇതിൻ്റെ ലീഫിൻ്റെ അടിവശത്താണ് നല്ല കളറുള്ളത്. പുറമേ കാണുമ്പോൾ ഇത് ഗ്രീൻ കളറായിരിക്കും. ലീഫിൻ്റെ അടിവശം നല്ല റെഡായിരിക്കും. അപ്പോൾ 2 ഷെയ്ഡിൽ നമുക്ക് ഈ പ്ലാന്റ് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഈ പ്ലാന്റിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലീഫിലൊക്കെ തന്നെ നല്ല ഡിസൈനുള്ള പല പല വെറൈറ്റികൾ പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. നഴ്സറികളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ലീഫിൽ തന്നെ വൈറ്റ് കളർ ഇങ്ങനെ ഡോട്ട് വരുന്നത്, വൈറ്റ് കളർ ലൈൻസ് വരുന്നത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല ഗാർഡനിങ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോഴേക്കും ബൈ.